അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വലൻസ്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഇക്വലൻസ്? ഡെഫിനിഷൻ നോക്കാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് there is no way to distinguish locally between a uniform gravitational acceleration g and an acceleration of the uniformly accelerated frame a is equal to g. എന്താണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഒരു ചെറിയൊരു എക്സാമ്പിളിലൂടെ നമുക്കിത് മനസ്സിലാക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് ലിഫ്റ്റുകൾ അല്ലേ? ഇവിടെ ഫസ്റ്റത്തെ ലിഫ്റ്റ് നോക്കാം, ഒരാൾ അതിലുണ്ട്. ഇയാൾ നിൽക്കുന്നത് ഒരു ഗ്രാവിറ്റേഷൻ ഫീൽഡിലാണ് ജി. അതായത് നമുക്ക് ഉദാഹരണത്തിന് ഇവിടെ നമ്മുടെ ഒരു ബിൽഡിങ്ങിലുള്ള ഒരു ലിഫ്റ്റ് ആയിരിക്കും. ലിഫ്റ്റ് താനെ നിൽക്കുന്നുള്ളൂ, താഴോട്ട് വരുന്നില്ല. ലിഫ്റ്റ് താനെ നിൽക്കുന്നു. ഇയാള് ഒരു പന്ത് താഴോട്ടിനാണ്. അപ്പൊ എന്താ, നമ്മൾ പുറത്ത് നോക്കുന്ന നേരത്ത് കാണുന്ന പന്ത് താഴേക്ക് വരുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന നേരത്തും പന്ത് ഫ്രീ ഫാൾ ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? ഇനി ഈ ഒരു ലിഫ്റ്റ് നോക്കുക, ഇവിടെ ഇത് ഗ്രാവിറ്റേഷൻ ഫീൽഡിലല്ല, അത് ഇവിടെ ഭൂമിയിലൊന്നല്ലല്ലോ, ഇതൊരു സ്പേസിലായിരിക്കും. അവിടെ ഒരു ഫീൽഡും ഇല്ല, ഗ്രാവിറ്റേഷനേ ഇല്ല. ഓക്കെ, പക്ഷെ ഈ ലിഫ്റ്റ് മുകളിലോട്ട് ജി ആക്സലേഷനിൽ പോകുന്നുണ്ട്. അപ്പൊ ഇയാൾ ഈ ബോളിനെ നോക്കുകയാണ്. അപ്പൊ ഇയാൾ ബോളിനെ നോക്കുന്ന സമയത്ത് ഇത് ഫ്രീ ഫാൾ ചെയ്യുന്ന നേരത്തെ തന്നെ തോന്നുന്നു. ശരിക്കും ലിഫ്റ്റ് ഒന്നായിട്ട് എന്താണ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? പക്ഷെ അങ്ങനെ നോക്കുന്ന സമയത്ത് ബോൾ താഴോട്ട് വെക്കുന്നതായിരിക്കും തോന്നുന്നത്. ഈ കേസിലും അതേപോലെ തന്നെയാണ്. ഇവർ കാണുന്നത് ഈ ലിഫ്റ്റിന്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ മാത്രമേ ഇവർക്ക് കാണാൻ പറ്റുള്ളൂ, പുറത്തേക്കൊന്നും കാണുന്നില്ല. പുറത്തെ ഒബ്ജക്റ്റ് ഒന്നും ഇവർ കാണുന്നില്ല. ഇവർ നോക്കുന്ന സമയത്ത് ഈ ഫസ്റ്റ് കേസിൽ എന്താണ് സംഭവിക്കുന്നത്? ഗ്രാവിറ്റി താഴോട്ടുണ്ട്, ഇയാൾ ഗ്രാവിറ്റേഷൻ ഫീൽഡിലാണ്. അപ്പൊ ബോൾ താഴോട്ടിട്ടാൽ ബോൾ ഇങ്ങ് താഴോട്ട് വരുന്ന പോലെയാണ് തോന്നുന്നത് അല്ലേ? അതേപോലെ ഇങ്ങേര് ഈ വ്യക്തി ബോൾ അവിടെ വെക്കുന്നുള്ളൂ അല്ലേ? ബോൾ താഴോട്ടിട്ടാണ്, പക്ഷെ ഇവിടെ താഴോട്ട് ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഒന്നുമില്ല. അപ്പൊ ബോൾ അവിടെ തന്നെ വെക്കും. പക്ഷെ ഇങ്ങനെ എന്താണ്, ലിഫ്റ്റ് അടക്കം മുകളിലോട്ട് ജി ആക്സലേഷൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു നോൺ ഇനേർഷ്യൽ ഫ്രെയിം ആണ്, അത് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ നോക്കുന്ന നേരത്തെ അത് ഫ്രീ ഫാൾ ചെയ്യുന്ന പോലെ തോന്നുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. അതായത് ആരാണ് മൂവിങ് ആരാണ് സ്റ്റാറ്റിക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടും ഒരേപോലെ ആയിരിക്കും. അതായത് ബോൾ താഴോട്ട് വെക്കുന്നു, ഫ്രീ ഫാൾ ചെയ്യുന്നു, രണ്ട് കേസിലും. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് മാത്തമാറ്റിക്കൽ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? അത് ഞാൻ ഇനേർഷ്യൽ ഫ്രെയിമിൽ ഒന്ന് കണ്ടുനോക്കാം. ഇൻ ഇനേർഷ്യൽ ഫ്രെയിം, in inertial frame force on object with respect to the man F is equal to mg. അതായത് ഫസ്റ്റ് കേസ്, ഈ കേസത്തെ കാര്യമാണ് ഇപ്പോൾ എഴുതിയത്. അതായത് ഒരു ഗ്രാവിറ്റേഷൻ ഫീൽഡിലാണ്, അപ്പോൾ ബോൾ താഴെ നേരത്ത് ഇയാൾ ഒബ്സർവ് ചെയ്യുന്ന നേരത്ത് എന്താണ്, അതിൽ ഫോഴ്സ് എത്ര? F is equal to mg ആണുള്ളത്. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. രണ്ടാമത്തെ കേസ് നോൺ ഇനേർഷ്യൽ ഫ്രെയിം. ഇൻ നോൺ ഇനേർഷ്യൽ ഫ്രെയിം, കാരണം ഇത് ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ആക്സലറേഷൻ എത്രയാണ്? ആക്സലറേഷൻ വാല്യൂ ജി ആണ്. ഓക്കെ, അപ്പം ഇവിടെ എഴുതാം ഫോഴ്സ് ഓൺ ഒബ്ജക്റ്റ് with respect to the man. നോൺ ഇനേർഷ്യൽ കേസിൽ എഫ് ഡാഷ് ഫോഴ്സ് ആണ്. എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് പ്ലസ് എഫ് സീറോ. എഫ് സീറോ എന്ന് പറഞ്ഞാൽ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ആണ്. ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എഫ് സീറോ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? എം ജി ആണ്. കാരണം ജി ആക്സലേഷൻ ആണ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്താണ്? ജി. ഇനി ഈ ബോളിന് എന്തെങ്കിലും ആക്സലേഷൻ ഉണ്ടോ? ഈ കേസിൽ ബോളിന് ആക്സലേഷൻ ഉണ്ടോ? ഇല്ല. കാരണം എന്താ, ഇവിടെ ആക്സലേഷൻ ഫീൽഡ് ഒന്നുമില്ല, ഇവിടെ ജി ഒന്നുമില്ല. അപ്പോൾ ബോൾ എന്താണ്, സ്റ്റാറ്റിക് അവിടെ നിൽക്കുന്നുള്ളൂ. താഴോട്ട് ഫീൽഡ് ഉണ്ടെങ്കിൽ ബോൾ താഴോട്ട് വീഴുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനത്തെ കേസല്ല, ഇവിടെ ബോൾ തനിയെ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ പുറത്തേ നോക്കുന്ന നേരത്ത് ഈ ബോളിന് എന്തെങ്കിലും ആക്സലേഷൻ ഉണ്ടോ? ഇല്ല, ആക്സലേഷൻ സീറോ ആണ്. അപ്പോൾ പുറത്തുനിന്ന് ഇനേർഷ്യൽ ഫ്രെയിം നമ്മൾ നോക്കുന്ന നേരത്ത് ഫോഴ്സും എന്തായിരിക്കും? അതും സീറോ തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം, ഫോഴ്സ് ഓൺ ഒബ്ജക്റ്റ് with respect to inertial frame
എഫ് എന്തായിരിക്കും? 0 ആണ്. പുറത്തുനിന്ന് വരുന്നതാണ്, ബോൾ സ്റ്റാറ്റിക് ആണ്, അപ്പോൾ F0. അപ്പോൾ ഇയാൾക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സ് ഓൺ ഒബ്ജക്ട് വിത്ത് റെസ്പെക്ട് ടു മാൻ എഫ് ഡാഷ് എന്താണ്? എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് mg. സോ എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു mg. അപ്പം നോൺ ഇനേർഷ്യൽ ഫ്രെയിമിലും mg തന്നെയാണ്, ഇനേർഷ്യൽ ഫ്രെയിമിലും എന്ത് തന്നെയാണ്? mg തന്നെയാണ്. ഫോഴ്സിന് ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ, അപ്പോൾ ഈ ഇവിടെ കാണുന്ന ഈ രണ്ട് കേസിലും ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇക്വലൻസ് പറയുന്നത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് there is no way to distinguish locally between a uniform gravitational acceleration g and an acceleration of the uniformly accelerated frame a equal to g. ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ g ആക്സലേഷനിൽ ഒരു വസ്തു താഴേക്ക് വരുന്നതും g ആക്സലേഷനിൽ ഒരു ഫ്രെയിം തന്നെ ആക്സലേറ്റ് ചെയ്ത് പോകുന്നതും തമ്മിൽ വ്യത്യാസം ഇല്ല, രണ്ടും ഒരേപോലെ ആയിരിക്കും. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇക്വലൻസ് പറയുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ഓഫ് ദ ടൈഡ്സ്. അപ്പോൾ ടൈഡ്സിനെ കുറിച്ച് നമുക്കറിയാം, വേലിയേറ്റവും വേലിയിറക്കും. പ്രധാനമായിട്ടും മൂണും സണ്ണിന്റെയും ചലനങ്ങളാണ് നമ്മുടെ ഭൂമിയിൽ വേലിയേറ്റവും വേലിയിറക്കും ഉണ്ടാവാനുള്ള കാരണം. പ്രധാനമായിട്ടും മൂണിന്റെ സ്വാധീനമാണ് വേലിയേറ്റത്തിന് കാരണമാകുന്നത്, വേലിയേറ്റവും വേലിയിറക്കും. പക്ഷെ നമ്മളിവിടെ നോക്കുന്നത് സണ്ണിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് എങ്ങനെയാണ് ടൈഡൽ റൈസ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് വേലിയിറക്കം ഉണ്ടാകുന്നത്, ഇതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, സണ്ണിതാ ഇവിടെ നമ്മളെ എർത്താണ് സണ്ണിന്റെ സെന്ററിൽ നിന്ന് ഭൂമിയുടെ സെന്ററിലേക്ക് ഉള്ള ദൂരമാണ് ഇവിടെ കൊടുത്തിട്ടിരിക്കുന്നത് RS. ഭൂമിയുടെ റേഡിയസ് സ്മോൾ r. രണ്ട് കാര്യങ്ങൾ. ഇനി ഇവിടെ സൂര്യന്റെ മാസ് ക്യാപിറ്റൽ M ആണ്. ക്യാപിറ്റൽ M be the mass of the sun, RS be the distance between the center of the sun and the center of the earth, and R be the radius of the earth. Okay, അപ്പോൾ നമ്മളിവിടെ ആദ്യം നോക്കുന്നത് ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷൻ ഫീൽഡ് ആണ്. അതായത് ഈ സണ്ണ് കാരണം രണ്ടും ഒബ്ജക്റ്റ്, മാസുള്ള ഒബ്ജക്റ്റ് ആണ്, അവ തമ്മിൽ എന്തുണ്ട്? ഫോഴ്സ് ഉണ്ടാവും, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ടാവും. ഏത് മാസുള്ള ഒബ്ജക്റ്റുകൾ തമ്മിലും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഗ്രാവിറ്റേഷൻ ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷൻ ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഒരു യൂണിറ്റ് മാസിന് അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷൻ ഫീൽഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം, F is equal to Gmm/r² എന്നാണ് അല്ലേ. ഇപ്പൊ യൂണിറ്റ് മാസിനുണ്ടാവുന്ന ഫോഴ്സ് എന്തായിരിക്കും? Gm/r² ആയിരിക്കും. അപ്പോൾ നമ്മൾ F എന്ന് വിളിക്കില്ല, ഫോഴ്സ് അല്ല. ഇപ്പൊ ആരായി മാറി? അത് ഇന്റൻസിറ്റി ആയി മാറി, ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷൻ ഫീൽഡ് ആയി മാറി. ഓക്കെ, ഞാനും ഇവിടെ എഴുതാം. The intensity of gravitational field of the sun at the center of the earth അതായത് ഈ പോയിന്റിൽ നമ്മുടെ എർത്തിന്റെ സെന്ററിൽ സണ്ണ് കാരണം ഉണ്ടാവുന്ന ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷൻ ഫീൽഡ് എത്രയാണ്? നേരത്തെ പറഞ്ഞു I is equal to സെൻട്രലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് കൊടുത്തു? I0 എന്ന് കൊടുത്തു. I0 or I0 is equal to G സണ്ണിന്റെ മാസ് M, Gm by ആ ദൂരം R² എന്ന് പറഞ്ഞു. ഇവിടെ ദൂരത്തിലാണ് സണ്ണിന്റെ സെന്ററിൽ നിന്നും എർത്തിന്റെ സെന്ററിലേക്കുള്ള ദൂരത്തിലാണ് RS ആണ്. അപ്പൊ ഞാൻ എന്തെഴുതണം? Gm/RS² എന്ന് എഴുതണം. പിന്നെ ഇത് ഫോഴ്സ് എന്താണ്? ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷൻ ഫീൽഡ് എന്ത് തന്നെയായിരിക്കും? അതും വെക്ടർ തന്നെയാണ്. അപ്പോൾ വെക്ടർ ആയതുകൊണ്ട് വെക്ടർ റെപ്രസെന്റേഷൻ n ക്യാപ് എന്ന് പറയുന്നത് എർത്തിൽ നിന്ന് സണ്ണിലേക്കുള്ള ഈ ദൂരത്തിന്റെ യൂണിറ്റ് വെക്ടർ n ക്യാപ്. ഓക്കെ, എനിക്കിവിടെ എഴുതാം n ക്യാപ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് the field from earth
the sun. ഓക്കെ, അപ്പോൾ സണ്ണ് എർത്തിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷൻ ഫീൽഡ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അത് എത്രയാണ്? I0 is equal to gm by rs square n cap. Okay. ഇനി നമ്മൾ നോക്കുകയാണ്, ശരിക്കും സൺ എന്താണ്? സൺ ഒരു വലിയൊരു ഒബ്ജക്റ്റ് ആണ് അല്ലേ, വലിയ മാസമുള്ള ഒരാളാണ്. എർത്ത് എന്ന് പറയുന്നത് ചെറുതാണ്. അപ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉള്ളത് കൊണ്ട് എർത്ത് ശരിക്കും സണ്ണിലേക്ക് ഫ്രീ ഫാൾ ചെയ്യാണ്, ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മാസിന്റെ ഡിഫറൻസ് കാരണം സണ്ണിന്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡിലേക്ക് എർത്ത് ഫ്രീ ഫാൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഫ്രീ ഫാൾ ചെയ്യുന്ന നേരത്തുള്ള ആ ആക്സലറേഷൻ ആണ് ശരിക്കും എന്ത്, ഇങ്ങോട്ടുള്ള ആക്സലറേഷൻ. എർത്ത് ഇങ്ങോട്ട് ഫ്രീ ഫാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ആക്സലറേഷൻ എത്രയായിരിക്കും? അതാണ് ഞാൻ അടുത്ത് എഴുതുന്നത്. ശ്രദ്ധിക്കാം. the acceleration of the earth towards the sun എത്രയായിരിക്കും? A is equal to, നമുക്കറിയാം, നമ്മൾ ഗ്രാവിറ്റേഷൻ ചാപ്റ്ററിൽ +1 ആയിട്ട് പഠിച്ചിട്ടുണ്ട്. എന്താണ്? G is equal to gm by r square നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ A is equal to gm by, ഇവിടെ r എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, ദൂരം എത്രയാണ്? സണ്ണും തമ്മിലുള്ള ദൂരം എത്രയായിരുന്നു? ഇതാ rs ദൂരം, സണ്ണിന്റെ സെൻട്രലിൽ നിന്നും എർത്തിന്റെ സെൻട്രലിലേക്ക് rs ദൂരം. അപ്പോൾ gm by നേരത്തെ ഇതേപോലെ തന്നെ rs സ്ക്വയർ. ഇനി ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഇതാ സണ്ണ് ഇവിടെ നിൽക്കുന്നു, എർത്ത് ഇങ്ങോട്ടാണ് ഫ്രീ ഫാൾ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഡയറക്ഷൻ എന്താണ്? ഇതാ എൻ ക്യാപ്പ് ആണ് ഡയറക്ഷൻ. gm by r square into n cap. ഞാൻ ഇക്വേഷൻ 2 എന്ന് കൊടുക്കുകയാണ്, ഇത് ഞാൻ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ശ്രദ്ധിച്ചേ, gm by r square n cap. ഇവിടെയോ? ഇവിടെ എന്ത് തന്നെയാണ്? gm by rs square n cap. അപ്പൊ ആക്സലറേഷനും ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷൻ ഫീൽഡ് എന്താണ്? രണ്ടാളും സെയിം ആണ്. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇങ്ങനെ എഴുതാം, A is equal to I0. എർത്ത് സണ്ണിലേക്ക് ഫ്രീ ഫാൾ ചെയ്യുമ്പോഴുള്ള ആക്സലറേഷൻ തന്നെയാണ് സണ്ണ് എർത്തിന്റെ സെൻട്രലായിട്ട് ഉണ്ടാക്കുന്ന ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷൻ ഫീൽഡ്. ഓക്കെ, ഇനി ഈ ഒരു r അകലത്തിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാക്കുന്ന ഫോഴ്സ് എത്രയായിരിക്കും? ഫോഴ്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷൻ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യൂണിറ്റ് മാസിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ്. അപ്പോൾ ഫോഴ്സിനെ മാസ് കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടി? ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷൻ ഫീൽഡ് കിട്ടി. അപ്പോൾ ഫോഴ്സ് എങ്ങനെ കാണാം? ഇന്റൻസിറ്റി ഇൻറ്റു മാസ് ചെയ്താൽ എന്ത് കിട്ടി? ഫോഴ്സ് കിട്ടും. ഓക്കെ, ദ ഫോഴ്സ് ഓൺ മാസ് m at r is F is equal to m into I of r. r എന്ന പോയിന്റിലാണ്. നേരത്തെ നമ്മൾ I0 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? I0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എർത്തിന്റെ സെൻട്രലിലുള്ള ഗ്രാവിറ്റേഷൻ ഫീൽഡാണ്. ഇപ്പൊ നിൽക്കുന്നത് r എന്ന ഡിസ്റ്റൻസിൽ, എർത്തിന്റെ സെൻട്രലിൽ നിന്ന് r അകലത്തിലുള്ള ഒരു സ്ഥലം, അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് നമ്മൾ ഇപ്പൊ എഴുതിയത്. എത്രയാണ്? F is equal to m into I of r. ഓക്കെ, അപ്പോൾ എർത്ത് ഇപ്പോൾ ഇവിടെ എന്താണ്? എർത്ത് ഇപ്പോൾ ഇവിടെ ഒരു ആക്സലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രെയിം ആണ് അല്ലേ? ആക്സലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നോൺ ഇനീഷ്യൽ ഫ്രെയിം ആണ്. ആക്സലറേഷൻ ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? അവിടെ നോൺ ഇനീഷ്യൽ ഫ്രെയിം ആണ്, നമുക്ക് അപ്പോൾ തന്നെ പറയാൻ പറ്റും. അപ്പോൾ ആക്സലറേറ്റഡ് ഫ്രെയിം നോക്കുന്ന സമയത്ത് നമുക്കറിയാം അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ്, അപ്പാരന്റ് ഫോഴ്സ്, അത് എത്രയായിരിക്കും? the apparent force to an earth bound observer. എർത്തിലിരിക്കുന്ന ഒരാൾക്ക് ഇത് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടെ അപ്പാരന്റ് ഫോഴ്സ് ആണ് അനുഭവപ്പെടുന്നത്. അത് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? F dash
is equal to F minus m a. എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ നമ്മൾ നേരത്തെ കണ്ടു അല്ലേ? ഈ ആരെ ആക്സിലറേഷൻ? എർത്തിന്റെ ആക്സിലറേഷൻ. എർത്ത് സണ്ണിലേക്ക് ഫ്രീ ഫാൾ ചെയ്യുമ്പോൾ ആക്സിലറേഷൻ ആണ് എ. എം എന്ന് പറയുന്നത് ആ ആർ എന്ന പോയിന്റിലുള്ള മാസ്. ഓക്കെ, ഇനി ക്യാപിറ്റൽ എഫ് എന്താണ്? ഈ എഫ് എന്ന് പറയുന്നത് ഇനേർഷ്യൽ ഫ്രെയിമിലുള്ള ഫോഴ്സ്. അപ്പോൾ ഈ ഫോഴ്സിന്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. എത്രയാണ്? എഫ് ഈസ് ഈക്വൽ ടു എം ഐ ആർ. അപ്പോൾ നമ്മൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഐ ആർ മൈനസ് എം എ. ഓക്കെ, ഇനി എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എമ്മിനെ ഞാൻ പുറത്തേക്ക് എടുത്തു. എം ഇൻറ്റു ഐ ആർ മൈനസ്. ഓക്കെ, ഇനി വീണ്ടും ആരാണ് എ? എ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞു. എ എന്ന് പറഞ്ഞാൽ ആരെന്നെയാണ്? ഇതാ I0 ആണ് എ. അപ്പോൾ എക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. എക്ക് പകരം I0. അപ്പോൾ എഫ് ഡാഷിന്റെ വാല്യൂ എന്താവും? എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു, അതായത് അപ്പാരന്റ് ഫോഴ്സിന്റെ വാല്യൂ എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഐ ആർ മൈനസ് I0. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഫീൽഡാണ്. ഇപ്പൊ നമ്മൾ കണ്ട എന്താണ്? ഫോഴ്സ് ആണ്. ഇനി ഞാൻ ഫീൽഡ് നോക്കാൻ പോവാണ്. ഫീൽഡ് എങ്ങനെ കാണും? ഫോഴ്സ് ബൈ മാസ്, അതായത് ഒരു യൂണിറ്റ് മാസിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് എന്ത്? ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ഇവിടെ അനുഭവപ്പെടുന്ന ഫീൽഡ് നോക്കാൻ പോവാണ്. ദി അപ്പാരന്റ് ഫീൽഡ് പാരന്റ് ഫീൽഡിന് എനിക്ക് എങ്ങനെ എഴുതാം? പാരന്റ് ഫോഴ്സ് ബൈ പാരന്റ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ്. ഓക്കെ, എന്ത് കിട്ടും? പാരന്റ് ഫീൽഡ് അപ്പാരന്റ് ഫോഴ്സിന് എഫ് ഡാഷ് എന്ന് വിളിച്ചു നമ്മൾ. അപ്പോൾ അപ്പാരന്റ് ഫീൽഡിന് എന്ത് വിളിക്കും? ഐ ഡാഷ് എന്ന് വിളിക്കും. ഐ ഡാഷ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു അപ്പാരന്റ് ഫോഴ്സ്. അപ്പാരന്റ് ഫോഴ്സ് എത്രയാണ്? എഫ് ഡാഷ് ഡിവൈഡ് ബൈ എം. എഫ് ഡാഷ് എത്ര നമ്മൾ കണ്ടു? എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഐ ആർ മൈനസ് I0. എം ഇൻറ്റു ഐ ഓഫ് ആർ മൈനസ് I0. ഓക്കെ, താഴെ ആരുണ്ട്? എം ഉണ്ട്. ആരൊക്കെ ക്യാൻസൽ ആവും? എം ക്യാൻസൽ ആയി. അപ്പോൾ അപ്പാരന്റ് ഫീൽഡ് എത്ര നമുക്ക് ഇപ്പോൾ കിട്ടിയത്? ഐ ഡാഷ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു ഐ ഓഫ് ആർ മൈനസ് I0. ദിസ് ഈസ് ദ അപ്പാരന്റ് ഫീൽഡ്. ഇനി നമ്മൾ ഭൂമിയിലെ വിവിധ പോയിന്റുകളിൽ എങ്ങനെയാണെന്നുള്ളത്, അതായത് പോളിൽ എങ്ങനെയാണ്, ഇക്വിറ്റോറിയൽ എങ്ങനെയാണ് ഈ ഗ്രാവിറ്റേഷൻ ഫീൽഡ് എഫക്റ്റ് ചെയ്യുന്നത്, വേലിയേറ്റത്തിനും വേലിയിറക്കത്തിനും കാരണമാകുന്നത് എങ്ങനെയാണ്. അപ്പൊ ഞാൻ എർത്തിനൊന്ന് വരയ്ക്കുകയാണ്. നാല് പോയിന്റ് ഇവിടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, 2 പോയിന്റ് ഇക്വിറ്റോറിയൽ ആയിട്ട് നമുക്ക്, ഇതാണ് ഇക്വിറ്റോറിയൽ അല്ലേ? ഇക്വിറ്റോറിയൽ ലൈന് ഉണ്ടാവും. ഓക്കെ, ഞാൻ ഇവിടെ ഒരു പോയിന്റ് അനുസരിച്ചു എ. ഈ പോയിന്റ് ഞാൻ ബി എന്ന് കൺസിഡർ ചെയ്തു, ഇത് സി എന്ന് കൺസിഡർ ചെയ്തു, ഇതിനെ ഞാൻ ഡി എന്ന് കൺസിഡർ ചെയ്തു. അപ്പൊ ഈ 4 പോയിന്റുകൾ എങ്ങനെയാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫീൽഡ് സ്വാധീനിക്കുന്നത് നോക്കാൻ പോവാണ്. ആദ്യം നോക്കുന്നത് ഈ എ എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിലാണ്. എ എന്ന് പറഞ്ഞ പോയിന്റിൽ നോക്കാം. The intensity of gravitational field at the point A. ഈ പോയിന്റ് ഇരിക്കുന്ന ഇക്വിറ്റോറിയൽ ലൈനിലാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം IR എന്താണെന്ന് എഴുതി നോക്കാം.
ഇനീഷ്യൽ ഫ്രെയിം നോക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷൻ ഫീൽഡ് ആർ ഇസ് ഈക്വൽ ടു ആർ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ആർ ഇസ് ഈക്വൽ ടു എങ്ങനെയാണ് നമ്മൾ എഴുതാം? ആർ ഇസ് ഈക്വൽ ടു gm by r സ്ക്വയർ എന്നാണ് നമ്മൾ എഴുതുക. ആർ സ്ക്വയർ, ആർ എന്ന് പറയുന്നത് എന്താ? അകലമാണ് അല്ലേ? എർത്തിൽ സണ്ണിൽ നിന്നും എർത്തിലേക്കുള്ള അകലം. ഇപ്പൊ എ എന്ന് പറഞ്ഞ പോയിന്റ്. നേരത്തെ സെൻട്രൽ ആയപ്പോ എന്തായിരുന്നു? ഇവിടെ ശ്രദ്ധിക്കാം. എർത്തിന് സെൻട്രൽ ആയ സമയത്ത് സണ്ണിന്റെ സെന്റർ തൊട്ട് എർത്തിന്റെ സെന്റർ വരെയുള്ള ദൂരത്തിലാണ് ആർ എസ് ആണ് അല്ലേ? ആർ എസ്. ഇപ്പൊ പോയിന്റ് ഇരിക്കുന്ന ഇവിടെയാണ്. എ എന്ന് പറഞ്ഞ പോയിന്റ് ഉള്ളത്. ഞാൻ ഇപ്പൊ ചിത്രം വരച്ച എ എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്കുള്ള സെൻട്രലിലേക്കുള്ള ദൂരത്തിലാണ് ടോട്ടൽ എന്താണ്? ആർ എസ് ആണ്. ആർ എസ് എന്ന് എത്ര കുറച്ചാൽ മതി? ഇവിടെ വരെ എന്താണ്? റേഡിയസ് ഓഫ് എർത്ത് അല്ലേ? അപ്പൊ എർത്തിന്റെ ഡിസ്റ്റൻസ് കുറച്ചാൽ മതി. അപ്പോൾ gm by ആർ സ്ക്വയർ പകരം എനിക്ക് എങ്ങനെ ഇതാ? ആർ എസ് മൈനസ് ആർ ദി ഹോൾ സ്ക്വയർ. ഇതൊരു ഇനീഷ്യൽ ഫ്രെയിം ആണ്. ഇനി നമ്മൾ നോക്കുന്ന അപ്പാരന്റ് ഫീൽഡ് കാണാൻ പോവാണ്. അപ്പാരന്റ് ഫീൽഡ് എന്താണ്? ഐ ഡാഷ് ആണ് അല്ലേ? ഐ ഡാഷ് ദി പേജിന് ദി അപ്പാരന്റ് ഫീൽഡ് അറ്റ് എ ആണ്. പാരന്റിനെ നമ്മൾ എന്താ കൊടുത്തത്? ഐ ഡാഷ് എന്ന് കൊടുത്തു അല്ലേ? ഐ ഡാഷ് ഓഫ് എ എന്ന പോയിന്റ് ആണ്. അപ്പോൾ ഐ ഡാഷ് ഓഫ് എ ഇസ് ഈക്വൽ ടു ഐ ഓഫ് എ മൈനസ് I0. ഇതാ നമ്മൾ നേരത്തെ ഈ ഇക്വേഷൻ തന്നെ. ഇതാ നേരത്തെ ആർ എന്ന് പറഞ്ഞ പോയിന്റിലായിരുന്നു. ആർ എന്ന് പറഞ്ഞ പോയിന്റിൽ ഐ ആർ ഓഫ് ഡാഷ് ഇസ് ഈക്വൽ ടു ഐ ആർ മൈനസ് I0. ഇപ്പൊ നിൽക്കുന്ന എവിടെയാണ്? എ എന്ന് പറഞ്ഞ പോയിന്റിൽ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എനിക്ക് എങ്ങനെ എഴുതാം? ഐ ഡാഷ് ഓഫ് എ ഇസ് ഈക്വൽ ടു ഐ എ മൈനസ് I0. ഞാൻ ഇതിന്റെ വാല്യൂസ് കൊടുക്കാൻ പോവാണ്. ഐ എ നമ്മളിപ്പോ കണ്ടു. എന്താണ്? ഈക്വൽ ടു ഐ എയുടെ വാല്യൂ gm ഡിവൈഡഡ് ബൈ ആർ എസ് മൈനസ് ആർ ദി ഹോൾ സ്ക്വയർ. ഓക്കെ, മൈനസ് I0യുടെ വാല്യൂ നമുക്കറിയാം gm ബൈ ആർ എസ് സ്ക്വയർ അല്ലേ? I0 എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഉണ്ടാക്കുന്ന ഫീൽഡ്. ഇതാ സെൻട്രലിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് ഇത്ര ആർ എസ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് കൊടുത്ത്? ആർ എസ് സ്ക്വയർ. ഇവിടെ എന്താണ്? എ എന്ന് പറഞ്ഞ പോയിന്റ് ആർ എസിൽ നിന്നും ആർ മൈനസ് ചെയ്തു. കാരണം ഈ ഇവിടെ കിടക്കുന്നു അല്ലേ? ഈ പോയിന്റ്. അപ്പോൾ നമ്മൾ ഈ റേഡിയസിനെ മൈനസ് ചെയ്തു. ഇത്രയുള്ള വ്യത്യാസം വരുന്നു. ഐ ഡാഷ് ഓഫ് എ. റെഡി. ഇനി ഇവിടെ ആരെ കോമൺ ഉള്ള ആളുകൾ ആരാ? അവരൊക്കെ നമ്മൾ പുറത്തേക്ക് എടുക്കാൻ പോവാണ്. ഞാൻ ആദ്യം ചെയ്യുന്നത് ഇവിടെ നമുക്ക് കാണാം. ഇവിടെ ഈ ആർ എസ് ഉണ്ട്. ഈ ആർ എസ് ഞാൻ പുറത്തേക്ക് എടുക്കണം. ഞാൻ ഇവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് അധികം എടുത്ത് ചെയ്യാം. gm ബൈ ഈ ആർ എസിനെ ഞാൻ ഉള്ളിൽ നിന്ന് ആദ്യം പുറത്തെടുത്തു. ആർ എസിനെ പുറത്തെടുത്തു. അപ്പോൾ പുറമെയുള്ള ബ്രാക്കറ്റ് അവിടെ ഉണ്ട്. ഞാൻ ഉള്ളില് പുറത്തെടുത്ത് ആർ എസിന് പുറത്തെടുത്താൽ ഒരു ആർ എസിന് പുറത്തെടുത്ത് ഇവിടെ 1 വരും അല്ലേ? പിന്നെ ആരാ ഇവിടെ? ആറിന് അടിയിൽ ആര് വരും? ആർ എസ് വരും. സോ ആർ എസിന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആർ എസ് മൈനസ് ആർന്നു തന്നെയാവും ചെയ്തു. ബ്രാക്കറ്റിൽ ആർ സ്ക്വയർ. ഓക്കെ, മൈനസ് gm ബൈ ആർ എസ് സ്ക്വയർ. ഓക്കെ, റെഡി. ഇനി ഇതിനെ സ്ക്വയർ ചെയ്തു. ഈ സ്ക്വയർ ആർക്ക് ബാധക? ഇയാൾക്കും ബാധകമാണ്, ആർ എസിനും ബാധകം. അപ്പോൾ എങ്ങനെ മാറ്റി ചെയ്താൽ നമുക്ക്? gm ഡിവൈഡഡ് ബൈ ആർ എസ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ആർ ബൈ ആർ എസ് ദി ഹോൾ സ്ക്വയർ മൈനസ് gm ബൈ ആർ എസ് സ്ക്വയർ. ഇനി നോക്കുക. ഇനി ഡിനോമിനേറ്റർ ആരാണ്? ആർ എസ് സ്ക്വയർ കോമൺ ആണ് അല്ലേ? ആ ആർ എസ് സ്ക്വയറിനെ പുറത്തെടുക്കുകയാണ്. പിന്നെന്താ? ഈ gm കോമൺ ആണ്. അപ്പൊ gm ബൈ ആർ എസ് സ്ക്വയറിനെ പുറത്തെടുക്കുന്നു. gm ബൈ ആർ എസ് സ്ക്വയർ. ബാക്കി ആരുണ്ടാവുന്നത്? 1 മൈനസ് ആർ ബൈ ആർ എസ് ദി ഹോൾ സ്ക്വയർ മൈനസ് ഇവിടെ ആരാ ബാക്കി ഉണ്ടാവുന്നത്? 1. ഓക്കെ, ഇനി ഐ ഡാഷ് ഓഫ് എ ഇസ് ഈക്വൽ ടു നമ്മളിപ്പോൾ എന്താ കണ്ടെത്തിയത്?
gm by rs square, gm by rs square, gm by rs square എടുത്തു. ഇവിടെ നോക്കൂ, 1 മൈനസ് ആർ ബൈ ആർ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ ഇത് ഞാൻ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകാം. ന്യൂമറേറ്റർ കൊണ്ടുപോകാൻ എന്താവും, ഈ 2 എന്താവും, -2 ആവും. അപ്പൊ എനിക്ക് എഴുതാം 1 മൈനസ് ആർ ബൈ ആർ എസ് ഹോൾ റേസ് ടു -2. പിന്നെ ആരുണ്ട്, -1 ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ 1 മൈനസ് ആർ ബൈ ആർ എസ് ഓൾ റേസ് ടു -2. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ബൈനോമിയൽ എക്സ്പാൻഷൻ അപ്ലൈ ചെയ്യാണ്. ബൈനോമിയൽ എക്സ്പാൻഷൻ എന്താണ്, 1 മൈനസ് എക്സ് ദി ഹോൾ സ്ക്വയർ നമ്മൾ 1 പ്ലസ് 2x എന്ന് അപ്രോക്സിമേറ്റ് ചെയ്യും. അപ്പൊ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ബൈനോമിയൽ അപ്രോക്സിമേഷൻ. കാരണം ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, ഇവിടെ ഈ വാല്യൂ 1-നെക്കാട്ടിയും ചെറുതായിരിക്കണം. ഈ വാല്യൂ 1-നെക്കാട്ടിയും ചെറുതാണ്. ഉറപ്പല്ല, ഇത് 1-നെക്കാട്ടിയും ചെറുത് തന്നെയാണ്. നോക്കുക, ആർ എന്ന് പറയുന്നത് എന്താണ്, എർത്തിന്റെ റേഡിയസ് ആണ്. എർത്തിന്റെ റേഡിയസ് ആർ എസ് എന്ന് പറയുന്നത് എർത്തിന്റെ സെന്ററിൽ നിന്ന് സണ്ണിന്റെ സെന്ററിൽ, എർത്തും സണ്ണും തമ്മിൽ എത്ര ദൂരം ഉണ്ട്, അപ്പൊ അത്രയും വലുതാണ്. അപ്പോൾ ഈ ആർ ഡിവൈഡ് ബൈ ആർ എസ് എന്ന് പറയുന്നതായിരിക്കും 1-നെക്കാട്ടിയും വളരെ ചെറിയൊരു വാല്യൂ ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ബൈനോമിയൽ എക്സ്പാൻഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ബൈനോമിയൽ എക്സ്പാൻഷൻ അപ്ലൈ ചെയ്യാം. ഇതാണെന്ത്, ബൈനോമിയൽ എക്സ്പാൻഷൻ, ബൈനോമിയൽ അപ്രോക്സിമേഷൻ. ഓക്കെ, മാറ്റി എഴുതാം. ഐ ഡാഷ് ഓഫ് എ ഇത് നോക്കി പറയാം, ജി എം ഡിവൈഡഡ് ബൈ ആർ എസ് സ്ക്വയർ. 1-ന് പകരം 1 അങ്ങനെ തന്നെ. ഇവിടെ മൈനസ് ഇവിടെ എക്സിന് പകരം ആരാണ്, ആർ ബൈ ആർ എസ് ആണ്. അപ്പൊ എന്തായി മാറിയത്, 1 പ്ലസ് 2x ആണ് അല്ലെ. 1 പ്ലസ് 2x, 1 പ്ലസ് 2 ഇൻറ്റു എക്സ് ആരാണ്, എക്സ് ഇവിടെ ആരാ, എക്സ് ആർ ബൈ ആർ എസ് ആണ്. അപ്പോൾ 1 പ്ലസ് 2 ഇൻറ്റു ആർ ബൈ ആർ എസ്. പിന്നെ ആറ് ഇവിടെ കിടക്കുന്നുണ്ട്, ബാക്കി ആരുണ്ട്, -1 ഉണ്ട്. ആ -1-നെ ഇവിടെ എഴുതുന്നു. ഇപ്പൊ നോക്കുക, 1 - 1 ഇത് രണ്ടും എന്താ, ക്യാൻസൽ ആയി പോയി. ബാക്കി ആരാ ഉള്ളത്, ഐ ഡാഷ് ഓഫ് എ ഈസ് ഈക്വൽ ടു gm ബൈ ആർ എസ് സ്ക്വയർ ഇൻറ്റു 2r ബൈ ആർ എസ്. ഇതാണ് എന്ത്, ഈ എ എന്ന് പറയുന്ന പോയിന്റ്. നേരത്തെ നമ്മൾ ഇതാ എന്ന് പറഞ്ഞ ഈ ചിത്രം നോക്കുക, തന്നെയാണ് എ എന്ന് പറഞ്ഞ പോയിന്റ്. ബി സി ഡി. എ എന്ന് പറയുന്ന പോയിന്റിൽ ഉള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ആണ് നമ്മൾ ഇപ്പൊ കണ്ടെത്തിയത്. അതിന്റെ വാല്യൂ ആണ് എന്ത്, gm ബൈ ആർ എസ് സ്ക്വയർ ഇൻറ്റു 2r ബൈ ആർ എസ്. gm ബൈ ആർ എസ് സ്ക്വയർ ആരാണ്, I0 ആണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടി മാറ്റി എഴുതാം, ഐ ഡാഷ് ഓഫ് എ ഇസ് ഈക്വൽ ടു I0 ഇൻറ്റു 2r ബൈ ആർ എസ്. 2r ബൈ ആർ എസ്. 2r ബൈ ആർ എസ്. ഇനി ഇത് ഹൊറിസോണ്ടലി ടുവേർഡ് ദ സൺ ആണ്. ഈ പോയിന്റ് ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഈ എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഉള്ള ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഹൊറിസോണ്ടലി ടുവേർഡ് സൺ ആണ്, ഇങ്ങോട്ടാണ്. കണ്ടോ? അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം, ഹൊറിസോണ്ടലി this implies horizontally towards sun. അപ്പൊ ഇക്വിറ്റോറിയൽ ഉള്ള ഭാഗത്ത് എന്താണ് സംഭവിക്കുന്നത്, എ എന്ന് പറഞ്ഞ പോയിന്റിൽ എങ്ങനെയാണ്, ഹൊറിസോണ്ടലി ടുവേർഡ്സ് ദ സൺ, വേലിയേറ്റാണ് ഉണ്ടാവുന്നത്. സണ്ണിന്റെ സ്വാധീനം കൊണ്ട് ഇക്വിറ്റോറിയൽ ഭാഗത്ത് വേലിയേറ്റം നടക്കുന്നു. ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഗ്രാവിറ്റേഷൻ ഫീൽഡ്. അപ്പൊ എന്താണ്, കടലിലുള്ള വെള്ളത ഇങ്ങനെയാണ്, ഹൊറിസോണ്ടലി പുറത്തേക്ക്. ഇനി അതേപോലെ തന്നെ ആയിരിക്കും എവിടെ, സി എന്ന് പറഞ്ഞ പോയിന്റിലും. സി എന്താണ്, ഇക്വിറ്റോറിയലുള്ള ഒരു പോയിന്റ് ആണല്ലേ. അപ്പോ നമുക്കിതാ സിമിലർലി
സിമിലർലി അറ്റ് പോയിന്റ് സി ഈ പോയിന്റിൽ ഡയറക്ഷൻ നേരെ തിരിഞ്ഞു. അപ്പോൾ അപ്പാരന്റ് ഫീൽഡിന്റെ ഇക്വേഷൻ ഐ ഡാഷ് ഓഫ് സി ആണല്ലേ. സി ഈക്വൽ ടു, ഇവിടെ നമ്മൾ എന്താണ്, I0 ആണ്, അവിടെ -I0 ആവുന്നു. ഇത്ര വ്യത്യാസമുള്ളൂ. 2R/RS. എങ്ങനെയാണ് ഈ മൈനസ് സൈൻ വരുന്നത്? നമ്മൾ ഈ ഡിസ്റ്റൻസ് എടുക്കുന്ന സമയത്ത് നേരത്തെ നമ്മൾ എയുടെ ഡിസ്റ്റൻസ് എടുത്തത്, എയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താ, RS - R. R കുറയ്ക്കുക ചെയ്ത് അല്ലേ, സെൻട്രലിന്റെ ദൂരത്ത് നിന്ന് R കുറയ്ക്കും. ഇവിടെ എന്താ ചെയ്യുന്നത്, R ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ എടുക്കുന്ന ദൂരം GM/RS + R ദി ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പൊ അവിടെ ബൈനോമിയൽ എക്സ്പാൻഷൻ കൊടുക്കുന്ന സമയത്താണ് ഈ മൈനസ് സൈൻ വരുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ തന്നെ ഈ ചിത്രം തന്നെ മനസ്സിലാക്കി എടുക്കാം. എന്താണ്, സി എന്ന് പറഞ്ഞ പോയിന്റിലും എ എന്ന് പറഞ്ഞ പോയിന്റിലും എന്താണ്, ഹൊറിസോണ്ടലി പുറത്തേക്കാണ്, വേലിയേറ്റാണ് നടക്കുന്നത് അല്ലേ. ഇവിടെ ഹൊറിസോണ്ടലി ടുവേർഡ്സ് ദ സൺ ആണ്, ഇവിടെ എന്താ, എവേ ഫ്രം ദ സൺ ആണ്. സണ്ണിൽ നിന്ന് എവേ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഇതാ എവേ ഫ്രം ദി സൺ. നമ്മളിപ്പം എ എന്ന് പറഞ്ഞ പോയിന്റിലും സി എന്ന് പറഞ്ഞ പോയിന്റിലും അപ്പാരന്റ് ഫീൽഡ് എങ്ങനെയാണെന്ന് കണ്ടത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബി എന്ന് പറഞ്ഞ പോയിന്റും ഡി എന്ന് പറഞ്ഞ പോയിന്റും, അതായത് രണ്ട് പോളുകളിൽ എങ്ങനെയാണ് ഫീൽഡുകൾ സ്വാധീനിക്കപ്പെടുന്നത്. നോക്കാം. ഇവിടെ ഹെഡിങ് ചെയ്തിട്ടുണ്ട് ദ അപ്പാരന്റ് ഫീൽഡ് അറ്റ് ബി ആൻഡ് ടി. അപ്പോൾ ആദ്യം ഞാൻ ബി എന്ന് പറഞ്ഞ പോയിന്റ് ആണ് കൺസിഡർ ചെയ്തത്. ബി എന്ന് പറഞ്ഞ പോയിന്റ്, അപ്പോൾ ബിയിലേക്ക് സണ്ണിന്റെ സെന്റർ എന്നുള്ള ദൂരം ഇവിടെ തൊട്ട് ഈ ദൂരമാണ് സൺ എന്നുള്ള ദൂരം. ആർ എന്ന് പറയുന്നത് എർത്തിന്റെ റേഡിയസ്. സണ്ണിന്റെ സെന്ററിൽ നിന്നും എർത്തിന്റെ സെന്ററിലെ ദൂരം RS നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതായത് എർത്തിന്റെ പോളിൽ നിന്ന് സണ്ണിന്റെ സെന്ററിൽ നോക്കുന്ന സമയത്ത് അവിടെ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്തു. ഈ ആംഗിൾ ആൽഫ. ഈ ആൽഫ നമ്മൾ എങ്ങനെ കാണാം? ആംഗിൾ കാണാൻ നമ്മൾ പൊതുവെ എന്ത് ഉപയോഗിക്കാം, ആർക്ക് ബൈ റേഡിയസ് ഉപയോഗിക്കും അല്ലേ. അപ്പോൾ ഒരു സർക്കിളിന്റെ ഭാഗമായിട്ടുള്ള ഇതിലാണ് നമ്മൾ അത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇവിടെ ഈ എർത്തിന്റെ റേഡിയസിന് നമുക്കൊരു ആർക്കായിട്ട് കണക്കാക്കാം. കാരണം ഈ സൺ ഇവിടെയുള്ളത്, സൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരെയാണ്. അപ്പോൾ ഒരുപാട് ദൂരമുള്ള സമയത്ത് ഇതൊരു ചെറിയൊരു ആർക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആൽഫയുടെ വാല്യൂ എന്തായിരിക്കും, ആൽഫ = ഇവിടെ ആർക്ക് എന്ന് പറയുന്ന ആരാണ്, R ആണ്, ഡിവൈഡ് ബൈ റേഡിയസ് എന്ന് പറയുന്നത് എന്താവും, RS എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ആൽഫ = R/RS. അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റൊരു ചിത്രം കൂടി ഇവിടെ വരച്ചിട്ടുണ്ട്. ഈ ദൂരത്തിന് പകരം ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ഇവിടുത്തെ ഫീൽഡുകളെ കുറിച്ച് എഴുതി ഓരോ ഭാഗത്തുള്ള. അതായത് ഈ റേഡിയസിന്റെ ഇവിടെ ആയിട്ട് ഞാൻ എന്ത് എഴുതി, നമ്മുടെ RSന് പകരം I0 എന്ന് എടുത്തു. കാരണം സെൻട്രൽ ഉണ്ടാക്കുന്ന ഫീൽഡാണ് എന്ത്, I0. ഇനി ഈ പോയിന്റിൽ, അതായത് ബി എന്ന് പറഞ്ഞ പോയിന്റിൽ ഉണ്ടാവുന്ന അപ്പാരന്റ് ഫീൽഡ് IB' എന്നെടുത്തു. അപ്പൊ എനിക്ക് ആൽഫനെ എനിക്ക് വേറെ രീതിയിൽ എഴുതിക്കൂടെ, ആൽഫ = നേരത്തെ നമ്മൾ എന്തെടുത്തു, ഈ R എന്നെടുത്തു. ആറിന് പകരം എന്ത് ചെയ്യും, ഇവിടെ എന്തെടുക്കാം, I' ഡിവൈഡഡ് ബൈ RSന് പകരം ആരാണ്, I0. RSന് പകരം I0. നോക്കൂ, ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക, ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. രണ്ടും ആൽഫ തന്നെയാണ് അല്ലേ. 1 = 2. നമുക്ക് എന്ത് എഴുതാം, I'(B/I0) is equal to R/RS. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാം അപ്പാരന്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ I'(B) ആണ്. ഈ പോയിന്റിലുള്ള അപ്പാരന്റ് ഫീൽഡ് I'(B) is equal to I0 എന്ത് ചെയ്യുക, ഇക്വേഷൻ അപ്പുറത്തെ കൊണ്ടുപോവുക, R/RS into I0. ഇതായിരിക്കും അപ്പാരന്റ് ഫീൽഡ്, R/RS into I0. അതായത് ഈ പോളില് ടൈഡ്സ് എങ്ങനെയായിരിക്കും, അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ടൈഡ്സ് താഴോട്ടായിരിക്കും, വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിരിക്കും. എനിക്കിവിടെ എഴുതാം, ഇതാണ് ഇത്, വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്, വെർട്ടിക്കലി ഡൗൺവേർഡ്. ഇപ്പൊ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ
വെർട്ടിക്കലി ഡൗൺവേർഡ്, താഴോട്ടാണ് ടൈഡ്സ് ഉണ്ടാവുക. ഈ ചിത്രത്തിൽ നോക്കുക, താഴോട്ടാണ് ടൈഡ്സ്. ഇനി ഡി എന്ന് പറഞ്ഞാൽ പോയി നോക്കൂ, എങ്ങനെയാ? വെർട്ടിക്കലി അപ്വേർഡ് ആണ്. നമുക്ക് പറ്റും. Similarly, the apparent field at D എന്ന് പറഞ്ഞ പോയിന്റിൽ ഇങ്ങനെയായിരിക്കും, ഐ ഡാഷ് ഓഫ് ഡി ഈക്വൽ ടു I0ക്ക് പകരം -I0, ഡയറക്ഷൻ മാറി, -I0 × R/RS. ഓക്കെ, ഇതാണ് അപ്പാരന്റ് ഫീൽഡ്. നമ്മളിപ്പോൾ 4 പോയിന്റിലും കണ്ടു. അപ്പൊ എങ്ങനെയാണ് ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ, ഈ എയും സിയും എന്ന് പറഞ്ഞ പോയിന്റ്സ്, ഈ എയും സി എന്ന് പറഞ്ഞ പോയിന്റ്സിൽ എങ്ങനെയാണ്? ഹൊറിസോണ്ടലി ഒന്നെന്താണ് ടുവേർഡ് ദ സൺ ആണ്, 2 എവേ ദ സൺ ആണ്. അപ്പോൾ ഈ ഒരു റീജിയനിൽ എന്താണ് വേലിയേറ്റ് ഉണ്ടാവുന്നത്. പോളത്തെ നോക്കുക, ഇനി പോളിൽ നോക്കൂ, ബി ആൻഡ് ഡി. ബി എന്ന് പറഞ്ഞ ഡിയിൽ എങ്ങനെയാണ്? താഴോട്ടായിട്ടാണ്. അപ്പൊ അവിടെ വേലി ഇറക്കാണ്. അപ്പൊ ഇങ്ങനെയാണ് സണ്ണിന്റെ സ്വാധീനം കൊണ്ട് നമ്മുടെ കടലിലെ വെള്ളം വേലിയേറ്റവും വേലിയിറക്കവും സംഭവിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കണ്ടത്.